നമസ്കാരം. നന്ദഗോവിന്ദ ഭജൻസ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അറിഞ്ഞൊരു ഭജന ആസ്വദിക്കാൻ തുടങ്ങിയത് ഇവര് ഭജൻ അവതരിപ്പിക്കാൻ തുടങ്ങിയ പിന്നാണ്. വളരെ മനോഹരമായി അവർ നമ്മളോട് പറയുകയൊന്നും വേണ്ട, നമ്മൾ തന്നെ അവരുടെ കൂടെ പാടിപ്പോകും. അത്രയ്ക്ക് മനോഹരമായി നമ്മളൊക്കെ നമ്മുടെ മനസ്സിലിട്ട് താലോലിച്ച് ആരാധിച്ച് നടക്കുന്ന പാട്ടുകളും അതുപോലെ തന്നെ കൃഷ്ണഭക്തി ഗാനങ്ങൾ, ഈ പറഞ്ഞ പോലെ സിനിമയിലെയൊക്കെ കൃഷ്ണഭക്തി ഗാനങ്ങൾ കൂട്ടിയിണക്കി ഭജന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റും ഭാഗമായിട്ട് വന്ന് നന്ദഗോവിന്ദം ഭജൻസ് വളരെ മനോഹരമായി നമ്മൾ ആസ്വദിച്ച് മണിക്കൂറുകൾ പോകുന്ന അറിയാതെ ആനന്ദ ലഹരിയിൽ ആറാടിയിരിക്കുന്ന എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് നന്ദഗോവിന്ദ ഭജൻ. അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് ഭജൻസ് വന്നിട്ടുണ്ട്. ചിലതൊക്കെ വളരെ മനോഹരം തന്നെയാണ്, പക്ഷെ ചിലതൊക്കെ വളരെ മോശമാണെന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്ന അതൊന്നുമല്ല. ഇപ്പം അവരൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടി, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ചിലരതിനെ അനുകൂലിക്കുന്നു, ചിലരതിനെ എതിർക്കുന്നു. അപ്പം എൻ്റെ കാഴ്ചപ്പാട് ഒരിക്കലും അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും തന്നെ ഈ ഭജൻസ് ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടി പാടിയതുകൊണ്ട് എന്താണ് കുഴപ്പം? അതായത് ഞാനിപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിനെ നിങ്ങൾക്കുള്ള അതിൻ്റെ അടിയിലത്തെ കമൻസ് വായിച്ചാൽ അറിയാം, ഒരുപാട് മനുഷ്യരെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ അതിനടിയിൽ പറയുന്ന അവരുടെ ആ ഭജൻസ് അവർ ആസ്വദിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഞാൻ പലതും എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അവരെ കുറിച്ച് ഇട്ടപ്പോൾ തന്നെ കണ്ടതാണ്. ഞാൻ അവരുടെ ഈ പറഞ്ഞ ഭജൻസ് കാണാൻ പോയപ്പോൾ ആ വീഡിയോസ് എടുത്തിട്ടപ്പോൾ അതിനടിയിൽ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി അവർ പാടി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ മിക്ക ഹിന്ദു ഭക്തി ഗാനങ്ങളും പാടിയിരിക്കുന്ന യേശുദാസാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് അറിയാൻ മേലാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. അതായത് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പാടി ഗുരുവായൂരമ്പലം നട തുറപ്പിക്കും എന്ന് പറഞ്ഞ മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ യേശുദാസ്. അദ്ദേഹത്തിനോട് കയറിക്കോളാൻ പറ്റില്ല, എനിക്ക് മാത്രമായിട്ട് അങ്ങനെ തുറന്നു തരണ്ട എന്ന് പറഞ്ഞ് പുള്ളി കയറാതിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്രയോ ക്രിസ്ത്യാനികൾ അവിടെ കയറുന്നു. നമുക്ക് എങ്ങനെ ചൂഴ്ന്നു നോക്കാൻ പറ്റും ഇത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒന്നും? അതിപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പം ഇഷ്ടമുള്ളവർ കയറുന്നു തന്നെയുണ്ട്. പിന്നെ സെലിബ്രിറ്റീസുകളിന് അതിനൊരു കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ക്രിസ്തീയ ഭക്തിഗാനോ ഇനി നാളെ ഒരു മുസ്ലിം ഭക്തിഗാനോ പാടിയാലൊന്നും അതിനെ എതിർക്കേണ്ട കാര്യമൊന്നും നമ്മളില്ല. കാരണം ഇത് സംഗീതം എന്ന് പറയുന്ന ആർക്കും ആസ്വദിക്കാം അല്ലേ? എത്രയോ മുസ്ലിം പാട്ടുകളും ക്രിസ്ത്യൻ പാട്ടുകളും നമ്മൾ മൂളിപ്പാട്ട് പാടി നടക്കുന്നു ഇല്ലേ? അപ്പോൾ അതിലൊന്നും ഒരു സ്പർദ്ധ കാണിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്ത് കാണിച്ചാലും അങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം സംഗീതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. അതിനകത്ത് നമുക്കൊരു മതസ്പർദ്ധയൊന്നും വരുത്തേണ്ട ഒരു കാര്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവർ പാടട്ടെ, അത് ആസ്വദിക്കട്ടെ. കാരണം എല്ലാവരും വരുന്നില്ലേ അത് കേൾക്കാൻ, എല്ലാവരും അത് ആസ്വദിക്കുകയല്ലേ. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ പാടി അവർക്കൂടെ സന്തോഷമാവട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ.